ഹായ് മൈ ഡിയർ വൺസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ ഒരു കറുത്ത കളറിൽ കുർത്തയും ലെഗിൻസും ഇട്ടിട്ടുള്ളത്. ഇതിങ്ങനെ തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ നമുക്കൊരു ചെറിയ ട്വിസ്റ്റ് കൊണ്ടുവന്നാലോ, നമുക്ക് കുർത്തയുടെ കൂടെ സാരി ഒന്ന് പെയർ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ബ്ലാക്ക് ആയതുകൊണ്ട് ഒരു റെഡ് സാരിയാണ് എടുത്തിട്ടുള്ളത്. ഭയങ്കര സിമ്പിളാണ്, ഭയങ്കരമായിട്ട് എനിക്ക് ഒബ്സസ്ഡ് ആയിപ്പോയി ഞാൻ തന്നെ ഈ ഡ്രേപ്പ് ചെയ്തിട്ട്. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഈ പേഴ്സണലി പറയുകയാണെങ്കിൽ ഈ ഡ്രേപ്പ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കുർത്തയുടെ അടിയിലുള്ള ലെഗിൻസിലോ അല്ലെങ്കിൽ നമ്മൾ എന്താണോ ഇട്ടിരിക്കുന്നത് അതിനകത്തേക്ക് നമ്മൾ സാരി നോർമൽ എങ്ങനെയാണോ ഡ്രേപ്പ് ചെയ്യുന്നത് അതേപോലെ ഡ്രേപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സാരി ഡ്രേപ്പിംഗാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ കണ്ട റെഫറൻസ് വീഡിയോയിൽ സ്ലിറ്റുള്ള കുർത്തയാണ് ഇട്ടിട്ടുള്ളത്. പക്ഷേ അങ്ങനെ സ്ലിറ്റുള്ള കുർത്ത വേണം നിർബന്ധമില്ല. ഈ കുർത്തയ്ക്ക് സ്ലിറ്റില്ല. അപ്പോൾ സാരി നന്നായിട്ട് നമ്മുടെ ബോഡിക്ക് ചുറ്റും ടക്കിൻ ചെയ്തെടുക്കുക. എന്നിട്ട് പല്ലു പോർഷൻ മെഷർ ചെയ്ത് വെക്കുക. സാധാരണ എടുക്കുന്നതിനേക്കാൾ ഇച്ചിരി ഒരു കൂടുതലായിട്ട് പല്ലു ഒന്ന് മെഷർ ചെയ്ത് വെക്കണം. എന്നിട്ട് നമ്മൾ ആദ്യം താഴത്തെ പ്ലീറ്റ്സാണ് എടുക്കുന്നത്. സാധാരണ നമ്മൾ സാരി എടുക്കുമ്പം ഞാൻ മുകളിലത്തെ പ്ലീറ്റ്സാണ് ആദ്യം മെഷർ ചെയ്തെടുക്കുന്നത്. അതാണ് സാരി എടുക്കാൻ കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിട്ടുള്ളത്. ഇവിടെ താഴത്തെ പ്ലീറ്റ്സാണ് ഞാൻ ഫസ്റ്റ് തന്നെ എടുക്കുന്നത്. അപ്പോൾ താഴത്തെ പ്ലീറ്റ്സ് നന്നായിട്ട് എടുത്തിട്ട് ടക്കിൻ ചെയ്യുക. അതിന് ശേഷം ബാക്കി വരുന്ന ഫാബ്രിക് എടുത്തിട്ട് നമ്മൾ ഷോൾഡറിൻ്റെ പുറകെ കൂടെ എടുത്തിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇടാം. ഇതാണ് ഈ സാരി ഡ്രേപ്പിങ്ങിൻ്റെ ഒരു എന്താ പറയുക അഡ്വാൻറ്റേജ്. നമുക്കൊരു സിംഗിൾ സൈഡ് ഷോൾ ഇടുന്നത് പോലെ ഇടാം, അല്ലെങ്കിൽ നമുക്ക് രണ്ട് സൈഡിലും കവർ ചെയ്തിടാം, അല്ലെങ്കിൽ ഓപ്പൺ പല്ലു പോലെ ഇടാം, എങ്ങനെ വേണമെങ്കിലും ഇടാം. ഭയങ്കര ഒരു വേഴ്സറ്റൈലായിട്ടുള്ള ഒരു സാരി ഡ്രേപ്പിംഗ് സ്റ്റൈലാണിത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇത് ബാക്ക് സൈഡൊക്കെ നോക്കും, നല്ല ഒതുങ്ങി നിൽക്കുന്നുണ്ട്. എവിടെയും ബൾക്കി ആയിട്ടോ അല്ലെങ്കിൽ ഒരു അരോചകമായിട്ടോ ഇല്ല. ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഡ്രേപ്പാണ്. വിത്തിൻ ഒരു 1 മിനിറ്റിൽ ഞാൻ ഡ്രേപ്പ് ചെയ്തും കഴിഞ്ഞിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ നമുക്കൊന്ന് ഫുൾ ലുക്ക് നോക്കിയാലോ. ഞാൻ ഈ നല്ല ഭംഗി ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് കേട്ടിട്ട് എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നതെന്ന്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്കത് ആസ്വദിച്ച് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിൻ്റെ എൻഡ് റിസൾട്ട് ഭയങ്കര ഭംഗിയുള്ളതായിരിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് കഴിഞ്ഞാലും വളരെ ആസ്വദിച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം എൻ്റെ ഇങ്ങനത്തെ ഓരോ ഡ്രേപ്പിങ്ങും അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളും കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി സന്തോഷമാവും. ആൻഡ് ഇറ്റ് മേക്സ് മീ ഫീൽ ഹാപ്പി. അപ്പോൾ എനിക്കത് ഭയങ്കര ഭംഗിയായിട്ട് തോന്നും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഡ്രേപ്പിംഗ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഷെയർ ചെയ്യുക. ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ഡ്രേപ്പിങ്ങുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.